അപ്പോൾ നമ്മളിന്ന് എല്ലാവരും കൂടി ഡാം കാണാൻ പോവാം. അതായത് ഒരു ദിവസം കൊണ്ട് തൃശ്ശൂർ കാണാൻ പറ്റാവുന്ന കുറച്ച് ഡാമുകൾ. അപ്പോൾ അത് കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മൾ പോണ വഴിയൊക്കെ നല്ല അടിപൊളി വഴികളാട്ടോ. നല്ല കാടും, പ്രത്യേകിച്ച് ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് നല്ല രസമായി കിടക്കുക. ആ വഴി കൂടെ നമുക്ക് എത്ര നേരം വേണേലും ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാം. അത്രയും നല്ല രസമുള്ള വഴികളാണ്. പിന്നെ പോണ വഴിയിലൊരു ചെറിയൊരു പുഴ പോലത്തെ സെറ്റപ്പ് ഉണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ നിർത്തി ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനാണ്. എന്തായാലും തിരിച്ചു വരുമ്പോൾ കാണാം. ഇതൊക്കെ കണ്ട റബ്ബർ മരങ്ങളും നല്ല തണലും നല്ല തണവും. അപ്പോൾ നമ്മൾ ചിമ്മിണി ഡാമിലെത്തി. ഫസ്റ്റ് അവിടെ കയറി ടിക്കറ്റ് എടുത്തു. അവിടെ വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 20 രൂപയും വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് 55 രൂപയാണ് വരാം. അത് കാറ് തൊട്ട് SUV വരെ അത്രയാണ്. പിന്നെ വലിയ വണ്ടികൾക്ക് വേറെ റേറ്റ്. അപ്പോൾ നമ്മളിത് ആ ഉള്ളിലേക്ക് ഗേറ്റ് കടന്നു. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഉള്ളിൽ പോവാണ്. പാർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. എത്ര വണ്ടി വന്നാലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇപ്പോൾ ഒരു പുതിയ പാർക്കിംഗ് ഏരിയയും കൂടി അതിൻ്റെ താഴെയായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെളിപിളിയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പാർക്ക് ചെയ്യാം. പിന്നെ അതുപോലെ ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. നമ്മൾ ഡാമിലേക്ക് ഇറങ്ങി. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ചെന്നപ്പോൾ കുറേ പൂമ്പാറ്റകളുണ്ടായി. എല്ലാ പ്രാവശ്യം പോകുമ്പോൾ അങ്ങനെ കാണാറില്ല. ഇത്തവണ കുറേ എണ്ണം കണ്ടു. പിള്ളേരൊക്കെ വെള്ളത്തിൽ ഇറങ്ങി തുടങ്ങി. അധികം ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഇവിടുത്തെ മെയിൻ സാധനമാണ് കൊട്ടവഞ്ചി റൈഡ്. അതൊരു രസമുള്ള ഏർപ്പാടാണ്. അവർ അത്യാവശ്യം കുറച്ച് ദൂരം, അതായത് അക്കരെ വരെ, അങ്ങോട്ട് കടത്തില്ല, അക്കരെ വരെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരും. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടവർക്ക് അത് പോസ് ചെയ്ത് കാണാം. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതിനൊന്ന് വട്ടം ചുറ്റിക്കും. അതൊരു പ്രത്യേക രസമുള്ള ഏർപ്പാടാണ്. ഇവിടെ കുറേ ഊഞ്ഞാലുകളുണ്ട്. അതിലിരുന്ന് നമുക്ക് ആടാം. ഇത് കണ്ട പൂമ്പാറ്റകൾ ഞാൻ പറഞ്ഞില്ലേ. മൊത്തത്തിൽ നല്ല വൈബാണ്. നമുക്ക് ചെന്ന് കുറച്ച് നേരം ഒരു ആഫ്റ്റർനൂണൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാവുന്ന സെറ്റപ്പാണ്. അപ്പോഴേക്കും പിന്നെ മഴ പെയ്തു. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് അവിടെ തന്നെ ഔഷധോദ്യാനം ഉണ്ട്. അപ്പോൾ അവിടെ കയറി നമുക്ക് കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കാണാം. ഒന്നില്ല, കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഞാൻ കൊണ്ട് കുറച്ച് ഏരിയ ഒക്കെ കണ്ടു പോന്നു. അത് കഴിഞ്ഞ് പിന്നെ മോളിൽ കയറി, ഡാമിൻ്റെ മുകളിൽ കയറി ആ ഏരിയയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട്. ഇത് ഞാൻ മുന്നും പോയിട്ടുള്ളതാട്ടോ. അത് കാരണം അങ്ങറ്റം വരെ ഒന്നും പോയില്ല. ഡാമിൻ്റെ ഷട്ടർ വരെ ഒന്നും പോയില്ല. കുറച്ച് നടക്കാനുണ്ട്. മൊത്തത്തിൽ ചെളിയാണ് അവിടെ ആക്ച്വലി. പക്ഷെ കാണാൻ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴാണ് ഇതേ കുറേ മയിലുകൾ, അമ്മയും കുറേ കുഞ്ഞുങ്ങളും. നല്ല രസമുണ്ടായി അവറ്റകൾ കാണാൻ. 2 അമ്മ മയിലുകളായിരുന്നു. അതിൻ്റെ പിന്നാലെ കുറേ കുഞ്ഞുങ്ങളും. ഇത് ഞങ്ങൾ നേരെ താഴെ ഡാമിൻ്റെ സ്പിൽവേയിൽ താഴെ പോയി. താഴെ ചെന്നപ്പോൾ വെറുതെ അല്ല കറണ്ട് പോകുന്നത്, വെള്ളമില്ല. ഇവന്മാർ ഷട്ടർ തുറന്നിട്ടില്ല, ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കണേ. വറ്റി വരണ്ട്, ഇത്ര മഴ ഉണ്ടായിട്ടും വറ്റി വരണ്ട് തന്നെ കിടക്കണേ മൊത്തം. ഞങ്ങൾ 2 ഡാമിൽ പോയി, രണ്ടും സെയിം തന്നെയാണ് അവസ്ഥ. അപ്പോൾ ചിമ്മിണിയുടെ അവസ്ഥയാണിത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയായപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്പോട്ടിലേക്ക് തിരിച്ചെത്തി. ആ ഒരു ചെറിയ പുഴ പോലത്തെ സെറ്റപ്പിൻ്റെ അടുത്ത് വന്ന് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളിന്ന് വീട്ടിൽ ഊണാണ്, വീട്ടിൽ നിന്ന് ഊണ് കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ച് ആസ്വദിച്ച് നല്ലൊരു ഏരിയ ആണത്. പിന്നെ അടുത്തത് പീച്ചി ഡാം. പീച്ചി ഡാമിലെത്തി. പീച്ചി ഡാം ചിമ്മിണിനേക്കാളും കുറച്ചുകൂടി വലുതാണ്. അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. പിള്ളേരൊക്കെ കൊണ്ടുവന്ന് കളിക്കാനുള്ള ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് അവിടെ. ബസ് ഇതിൻ്റെ ഫ്രണ്ട് വരെ എത്തും. ടിക്കറ്റ് എടുത്തു. ഇതാണ് ടിക്കറ്റ് റേറ്റ്സ്. നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ അറിയാം. പിന്നെ നിങ്ങൾ എന്ത് സാധനം ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണെങ്കിൽ അതും അവർ സ്റ്റിക്കർ ഒട്ടിച്ച് തരും. അതിൻ്റെ ഗേറ്റ് കടന്ന് ഞങ്ങൾ അങ്ങോട്ട് അകത്തേക്ക് കടന്നു. അത് കുറച്ചും കൂടി എന്താ പറയുക, പെയിൻ്റൊക്കെ അടിച്ച് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് അവിടെ നിന്ന് കാണാൻ. പക്ഷെ വെള്ളമൊന്നുമില്ല. വെള്ളം അതേ അവസ്ഥയൊക്കെ തന്നെ, ചിമ്മിണിയുടെ സെയിം അവസ്ഥ. ഇവിടുന്ന് ദൂരെ കാണാനാണ് പീച്ചി ഡാമിൻ്റെ വാച്ച് ടവർ. നല്ല രസമുള്ളൊരു മോണ്യുമെൻ്റാണ്. പഴയ കാലത്തെ നിർമ്മിതി. ഒരു പ്രത്യേക കളറിങ് വേണം കേട്ടോ അതിൻ്റെ. അവിടെ അടുത്തെത്തുമ്പോൾ നമുക്ക് നന്നായി കാണാൻ പറ്റും. ഇഷ്ടംപോലെ ഡിസൈൻസൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പണ്ട് വന്നപ്പോൾ ഇങ്ങനത്തെ കളറിലായിരുന്നു. ഇപ്പോൾ കളറൊക്കെ മാറ്റിയിടിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് കണ്ട കെട്ടുവെള്ളം പോണ പോലെ പടി കയറി മടുത്തു. അതാണ്, ഇഷ്ടംപോലെ കയറാനുണ്ട്. ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ച ഇതാണ്. ഫുൾ വ്യൂ കാണാം. നമുക്ക് ഈ ഡാമിൻ്റെ ഏരിയയും 360 ഡിഗ്രി വ്യൂ കിട്ടും. അവിടെ എന്തൊക്കെയോ വെള്ളത്തിൻ്റെ സെറ്റപ്പുകൾ നടക്കുന്നുണ്ട്. ഫുൾ ഏരിയ നല്ല കിടിലൻ ഏരിയ. പിന്നെ നല്ല പൊരി വെയിലാണ്.
ഇവിടെ കുട്ടവഞ്ചി സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയ. അത് ടോപ്പിലുണ്ട്, താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയ ഇഷ്ടംപോലെ പിള്ളേർക്ക് കളിക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ അവർ വന്നാൽ ബോറടിക്കില്ല. അവരവരുടെ ബിസിനസ്സും നമ്മൾ നമ്മുടെ ബിസിനസ്സും മൈൻഡ് ചെയ്തിരിക്കുക. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നടന്നു. അതിൻ്റെ താഴേക്ക് പോകാനായിട്ട് നമുക്ക് ഐതർ നടന്നിറങ്ങാം ഈ സ്റ്റെപ്പിൽ കൂടെ, ഇല്ലെങ്കിൽ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി നേരെ ഇതിൻ്റെ താഴേക്ക് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. കാരണം ഈ ഇറങ്ങിയ സ്റ്റെപ്പുകളൊക്കെ മുകളിലേക്ക് കയറണമല്ലോ, അതാണ്. അപ്പോൾ ഈ കാണുന്ന കപ്പേളേരെ അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് പോയാൽ ഡാമിൻ്റെ അടിവശത്ത് എത്താം. അവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ഈ സെയിം ടിക്കറ്റ് തന്നെ മതി താഴെയും. ഇതൊക്കെയാണ് ആ ഡാമിൽ താഴെ കാണുന്ന ഏരിയകൾ. ഇഷ്ടംപോലെ ഇരിക്കാനുള്ള സ്ഥലവും അതുപോലെ നല്ല തണലും ഇതാണ് ഡാമിൻ്റെ വ്യൂ അടിവശത്തുള്ളത്. ഇപ്പോൾ വെള്ളമില്ല, അത് കാരണം കാണാൻ അത്രയ്ക്ക് ഭംഗിയില്ല. ഞാൻ മുന്നേ വെള്ളം ഉള്ളപ്പോൾ വന്നിട്ടുണ്ട്, അത് നല്ല കിടിലൻ വ്യൂ ആയിരുന്നു. ഇതൊക്കെ ഡാമിൻ്റെ ഏരിയകളാണ്. ഇവിടെ എന്തോ സ്വിമ്മിങ്ങിൻ്റെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കാണാനില്ല. അപ്പോൾ യാത്രകൾ അവസാനിക്കുന്നില്ല. ഇനി അടുത്ത ട്രിപ്പിൽ അടുത്ത വെള്ളിയാഴ്ച കാണാം. അപ്പോൾ ഓക്കെ, ബൈ.